പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജവും ഉഷിരും ഇടപെടാനുള്ള സന്നദ്ധതയും ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്വത്താണെന്നും സമാനതകളില്ലാത്തതാണെന്നും തരൂർ പറഞ്ഞ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഷെയർ ചെയ്തത് അവസരം മുതലെടുക്കാനായാണ്. പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ MP തരൂരിനെ പരോക്ഷമായി വിമർശിച്ചു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യമാണ് എന്തിനും മുന്നിൽ. എന്നാൽ ചില വ്യക്തികളുടെ കാഴ്ചപ്പാട് ആദ്യം മോദി പിന്നെ രാജ്യം എന്നതാണെന്ന് ഖാർഗെ തിരിച്ചടിച്ചു. നേരത്തെ ഖാർഗെക്കെതിരെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി മത്സരിച്ച വ്യക്തിയാണ് ശശി തരൂർ എന്നതും ചേർത്തു വായിക്കണം. ഖാർഗെയുടെ ഈ പരാമർശത്തിന് പിന്നാലെ തരൂരിന്റെ മറുപടി എത്തി എക്സ് പ്ലാറ്റ്ഫോമിൽ. ഒരു പക്ഷിയുടെ പടത്തിൽ പറക്കാൻ ആരുടെയും അനുവാദം ആവശ്യമില്ല, ചിറകുകൾ നിങ്ങളുടേതാണ്, ആകാശം ആരുടേതുമല്ല എന്നതായിരുന്നു തരൂരിന്റെ പ്രതികരണം. എന്തായാലും ഈ ക്രിപ്റ്റിക് ട്വീറ്റിന് മറുപടി വന്നത് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ്. ലോക്സഭാ MP മാണിക്യം ടാഗോർ പക്ഷിയെ വെച്ച് തന്നെ തരൂരിന് മറുപടി നൽകി. ഇരപിടിയൻ പക്ഷികൾ വിഹരിക്കുന്ന ആകാശത്ത് സ്വതന്ത്രരായി പറക്കുന്ന പക്ഷികൾ ശ്രദ്ധിക്കണമെന്നായിരുന്നു മാണിക്യം ടാഗോറിന്റെ മുന്നറിയിപ്പ്. പക്ഷികൾ ആകാശം നിരീക്ഷിച്ച് പറക്കണം, പറക്കാൻ അനുവാദം ചോദിക്കരുത്. പക്ഷികൾക്ക് പറന്നുയരാൻ അനുമതി ആവശ്യമില്ല. എന്നാൽ ഇന്ന് ഒരു സ്വതന്ത്ര പക്ഷി പോലും ആകാശം നിരീക്ഷിക്കണം. പരുന്തുകളും കഴുകന്മാരും പ്രാപ്പിടിയന്മാരും എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇന്ന് സ്വാതന്ത്ര്യം അതിരില്ലാത്തതല്ല, പ്രത്യേകിച്ച് വേട്ടക്കാർ ദേശസ്നേഹം തൂവലുകളായി ധരിക്കുമ്പോൾ. ഒപ്പം ആകാശത്തിലെ വേട്ടക്കാരുടെ ചിത്രവും തരൂരിന്റെ പക്ഷിക്ക് മറുപടിയായി മാണിക്യം ടാഗോർ നൽകി.